പവിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കമല മാഷിനോട് പറയുകയാണ്, വേദ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരു മനസ്സമാധാനം തോന്നിയെങ്കിലും ഇപ്പോൾ പേടിയാവുകയാണ്. അവൻ അവിടെയുണ്ടെന്ന് മനസ്സിലായാൽ അത് കൂടുതൽ അപകടമാവില്ലേ? ഇത് കേട്ട് മാഷ് പറഞ്ഞു, അവരൊരുമിച്ചുണ്ടെന്ന് പറഞ്ഞതിനർത്ഥം അവനെ ശങ്കരനാരായണന്റെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നു എന്നല്ലല്ലോ. ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരിടത്ത് വേദ അവനെ ഭദ്രമായി ഒളിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, വേദ അവനെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് അവരുടെ ഏതെങ്കിലും സ്ഥാപനത്തിലോ ഗോഡൌണിലോ ആണെന്ന് തന്നെ ഇരിക്കട്ടെ. അവൻ പിടിക്കപ്പെട്ടാൽ ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ വില പിന്നെ എന്താകും? ഇത്രയും നാളുകൊണ്ട് ആ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത റെപ്യൂട്ടേഷനെ അത് ബാധിക്കില്ലേ? നമ്മുടെ മകൻ കാരണം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് അവനെപ്പറ്റി അധികം സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. മാഷ് കമലയോട് പറയുകയാണ്. ജോണി ജോസഫിനെയും കൂട്ടി ജംഗ്ഷനിലേക്ക് നടന്നു. ജോസഫ് പുളിക്കനും അനിയൻകുട്ടനും കൂടിയുള്ള ഫുഡ് വാങ്ങിയിട്ട് അവരുടെ അടുത്തേക്ക് പോയാലോ എന്ന് ജോണിയോട് ചോദിക്കുകയാണ്. പക്ഷേ ജോണി അതിന് സമ്മതിക്കുന്നില്ല. അനിയൻകുട്ടനെ വിളിച്ച് അവർക്കുള്ള ഫുഡ് വാങ്ങി കഴിച്ചിട്ട് കിടന്നോളാൻ പറയാൻ ജോണി ജോസഫിനോട് പറഞ്ഞു. അങ്ങനെ ജോസഫ് അനിയൻകുട്ടനെ വിളിക്കുകയാണ്. ജോസഫ് അനിയൻകുട്ടനെ വിളിക്കുന്ന നേരത്ത് വീട്ടിലേക്കെന്ന് പറഞ്ഞ് ജോണി ശ്രീകാന്തിനെ വിളിച്ച് പുളിക്കന്റെ അടുത്ത് നിന്ന് അനിയൻകുട്ടനെയും ജോസഫിനെയും മാറ്റിയിട്ടുണ്ടെന്നും അരമണിക്കൂർ കഴിഞ്ഞ് പുളിക്കന്റെ അടുത്തേക്ക് ചെന്നാൽ മതിയെന്നും പറയുകയാണ്. അങ്ങനെ ജോസഫ് പറഞ്ഞതനുസരിച്ച് അനിയൻകുട്ടൻ അവർക്കുള്ള ഫുഡ് വാങ്ങാൻ പോവുകയാണ്. ഈ നേരം ജോണി അയച്ചു കൊടുത്ത ലൊക്കേഷൻ അനുസരിച്ച് ശ്രീകാന്തും ചന്ദ്രശേഖരനും പുളിക്കന്റെ അടുത്തേക്ക് വരികയാണ്. പുളിക്കന്റെ അടുത്തെത്തി അവരെ കണ്ട് പുളിക്കന് വളരെ സന്തോഷം തോന്നി. നീ എന്തിനാ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്? നമ്മൾ ഒന്നിച്ചല്ലേ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തത്. പക്ഷേ പറഞ്ഞതിൽ ഉറപ്പിച്ച് അവിടെ തന്നെ നിന്നിരുന്നുവെങ്കിൽ ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പുളിക്കന് കിട്ടിയേനെ. ശ്രീകാന്ത് പറയുകയാണ്. നീ എല്ലാം വാസവനോട് പറയാൻ പോകുന്ന സ്ഥിതിക്ക് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടേ? ചന്ദ്രശേഖരൻ ചോദിച്ചു. ശ്രീകാര്യം ശ്രീനിവാസന്റെ കിടപ്പുമുറിയിലേക്ക് വരെ കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന നീ അയാളെ ഒറ്റയെങ്കിൽ നിന്നെ എങ്ങനെ വിശ്വസിക്കും? വാസവനെ പോലുള്ള ഒരാളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നീയുമായിട്ടുള്ള കണക്ക് അങ്ങ് തീർക്കുന്നതല്ലേടാ, ശ്രീകാന്ത് പറഞ്ഞു. ശ്രീകാന്തിന്റെ കയ്യിലിരുന്ന കത്തി കണ്ട് ഓടാൻ ശ്രമിച്ച പുളിക്കനെ ശ്രീകാന്തും ചന്ദ്രശേഖരനും ചേർന്ന് പിടിക്കുകയാണ്. അങ്ങനെ ശ്രീകാന്ത് പുളിക്കനെ കുത്തി കൊലപ്പെടുത്തുകയാണ്. ഭക്ഷണം വാങ്ങി വരുന്ന അനിയൻകുട്ടൻ ഇത് കാണുന്നു. ഇത് കണ്ട് പേടിച്ചുപോയ അനിയൻകുട്ടൻ കയ്യിലിരുന്ന ഭക്ഷണപ്പൊതി താഴെയിട്ട് ഇരുട്ടത്ത് ഒരു പാറയുടെ മറവിൽ ഒളിച്ചു നിന്നു. ഉറക്കമുണർന്ന വിക്രം വേദ എഴുന്നേറ്റിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണ്. എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, എന്നോട് പങ്കിടാൻ പറ്റാത്തതാണോ? വിക്രം ചോദിക്കുകയാണ്. തന്നോട് പങ്കിടാൻ പറ്റാത്ത എന്ത് രഹസ്യമാ ഇനിയുള്ളത്? വേദ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനിത് പറയുമ്പോൾ വിക്രം എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. വിക്രം മലയ്ക്ക് പോയി വന്നപ്പോഴേക്കും ഞാൻ വീട്ടിൽ നിന്ന് അന്ന് ഇറങ്ങിപ്പോന്നതും ഡിവോഴ്സ് നോട്ടീസ് അയച്ചതും എല്ലാം നമ്മുടെ അച്ഛന്റെ ജീവന് വേണ്ടിയായിരുന്നു. ഇത് കേട്ട് വിക്രം ഞെട്ടുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബൈ.